പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഞാനൊരു നല്ല സായാഹ്നം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ഒരു ആഴ്ചയിലെ ആദ്യ വർക്കിംഗ് ഡേ ആണ്. ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇനി നൈറ്റ് ഷിഫ്റ്റിലൊക്കെ പോകാനുള്ളവർ അതിൻ്റെ തിരക്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും ഇന്നലെ ഞായറാഴ്ച എന്ന ഒഴിവ് പോലും ഇല്ല. വലിയ രീതിയിലുള്ള വാർത്തകളുടെ പ്രവാഹമായിരുന്നു ഇന്നലെ. അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളുടെ തുടർച്ച ഇന്നുണ്ട്. സാമുദായിക ഐക്യം, വർഗീയ പരാമർശങ്ങൾ, അതൊക്കെ കൊണ്ട് നിറയുകയാണ് നമ്മുടെ വാർത്ത. എന്തായാലും വിശദമായി തന്നെ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മന്ത്രി സജി ചെറിയാന്റെ വിദ്വേഷ പരാമർശത്തിൽ പ്രതിഷേധം വളരെ ശക്തമാണ്. ഈ പ്രതിഷേധം, ഈ പ്രസംഗം ഒക്കെ വിവാദമായതോടെ വിശദീകരണവുമായി ഇന്ന് സജി ചെറിയാൻ രംഗത്ത് വന്നുവെങ്കിലും പരാമർശം പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പ്രസ്താവന അപകടകരമെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പരാമർശമെന്നും കോൺഗ്രസ് ആരോപിക്കുമ്പോൾ പരാമർശത്തിൽ CPM-ലും അതൃപ്തിയുണ്ട് എന്ന വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ പാർട്ടിയെ ഒരുപാട് തവണ കുരുക്കിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് സജി ചെറിയാൻ എന്നറിയാം. എങ്ങനെയാണ് ഇതിലെ പ്രതികരണങ്ങൾ എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഇന്നലെ NSS SNDP ഐക്യം സംബന്ധിച്ച വാർത്തകൾ സജീവമായി കേരളം ചർച്ച ചെയ്യവെയാണ് സജി ചെറിയാൻ വിവാദ പരാമർശം നടത്തിയത്. NSS SNDP സഹകരണം CPM-ന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമല്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് സജി ചെറിയാൻ പറഞ്ഞ കാര്യങ്ങളാണ് വലിയ വിവാദമായി മാറിയത്. അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ ഇങ്ങനെയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടെന്ന് കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാമെന്നതായിരുന്നു ആ വിവാദ പരാമർശം. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ജയിച്ചു വന്നവരുടെ പേര് വായിച്ചു നോക്കൂ. സമുദായത്തിന് ഭൂരിപക്ഷമില്ലാത്തവർ എവിടെ നിന്നാലും ജയിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ടാകും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. RSSന്റെ മറുഭാഗം പറയുന്നത് മുസ്ലിം ലീഗ് ആണെന്നും അവർ ഒരു വിഭാഗത്തെ വർഗീയമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുമൊക്കെ സജി ചെറിയാൻ ആരോപിച്ചിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷത്തെയും CPM-നെയും ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഇന്ന് മുസ്ലിം ലീഗിന് നേതൃത്വം നടത്തുന്നത്. ആ രാഷ്ട്രീയത്തെയാണ് നിർത്തുന്നത്. ഇതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? RSS ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ വളർത്താൻ കഴിയുന്ന സമീപനമാണ് ലീഗ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ ആളുകളുടെ പേര് നോക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന്റെ പേര് നോക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, അവിടെ 39 സീറ്റുണ്ട്. മതേതരത്വം പറഞ്ഞ ഞങ്ങളുടെ പാർട്ടി കിട്ടിയത് ഒരു സീറ്റാണ് CPM-ന്. ഞങ്ങളുടെ സ്വതന്ത്രനായിട്ട് ഒരാൾ ജയിച്ചു. കോൺഗ്രസ് മതേതരത്വം പറയുന്ന പാർട്ടി കിട്ടിയ 2 സീറ്റാണ്. ഇന്നലെ അദ്ദേഹം നടത്തിയ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ അദ്ദേഹം നടത്തിയ വിശദീകരണം, ഇന്ന് അദ്ദേഹം നടത്തിയ വിശദീകരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്ലേ ചെയ്ത ബൈറ്റ് മാറിപ്പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമാകുന്നു. അതോടെയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടി മാധ്യമങ്ങൾ എത്തിയത്. അപ്പോൾ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ ഇന്നും ചെയ്തത്. താൻ ഇന്നലെ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്ന് കണക്കുകൾ നിരത്തി വിശദീകരിക്കാനാണ് സജി ചെറിയാൻ ശ്രമിച്ചത്. മുസ്ലിം മേഖലയിൽ ലീഗും ഹിന്ദു മേഖലയിൽ BJP-യുമാണ് ജയിക്കുന്നത്. ഈ സാഹചര്യം ഉണ്ടാകരുത് എന്ന കാര്യമാണ് താൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. RSSകാർ ഉയർത്തുന്ന വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ലീഗ് രാഷ്ട്രീയത്തെയാണ് താൻ തുറന്നു കാട്ടാൻ ശ്രമിച്ചതെന്നും സജി ചെറിയാൻ പറഞ്ഞു. പ്രസ്താവന വളച്ചൊടിച്ചെന്നും അതിന്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടന്നു എന്നും പറഞ്ഞ മന്ത്രി മാധ്യമങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാതെ ക്ഷോഭിച്ച് പോവുകയാണ് ഇന്നുണ്ടായത്. അപ്പോ ഇന്നും അതിനെ ന്യായീകരിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ നാക്കുപിഴയാണ് സംഭവിച്ചതെങ്കിൽ അതിൽ ആ രീതിയിൽ പ്രതികരിക്കാതെ അതിനെ ന്യായീകരിക്കുകയാണ് മന്ത്രി ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത് അദ്ദേഹം കരുതിക്കൂട്ടി പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ മന്ത്രി നടത്തിയ വിദ്വേഷ പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം വീണ്ടും ഉയരുന്നതാണ് നമ്മൾ കാണുന്നത്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ് ഈ പരാമർശങ്ങളെന്ന് VD സതീശൻ പറയുന്നു. ആദ്യം AK ബാലൻ, ഇപ്പോൾ സജി ചെറിയാൻ. ഇരുവരുടെയും വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ആപത്കരമായ പ്രസ്താവനകളാണ് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത്. ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുകയെന്ന സംഘപരിവാറിന്റെ അതേ വഴിയിലൂടെയാണ് CPM യാത്ര ചെയ്യുന്നതെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തുന്നു. അതിന് മുഖ്യമന്ത്രി കുടപിടിക്കാൻ ശ്രമിക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു.
പിണറായി വിജയനും വി ഡി സതീശനുമൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതാവും, കുറേ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാവും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും. ആ കേരളത്തിന് അതിൻ്റെ അടിത്തറയ്ക്ക് അതിന് തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരും തലമുറയോടുള്ള ക്രൂരതയാണ് ഈ കാണിക്കുന്നത്. അത്തരമൊരു വർഗീയത കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് വരാനിരിക്കുന്ന നമ്മുടെ തലമുറയോട് ഇതുപോലെ കടുത്ത അനീതി ചെയ്യരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഞാൻ കൂടുതൽ സംസാരിക്കാനില്ല. കാരണം ഇത് വളരെ വേദനിപ്പിക്കുന്ന, നമ്മളെയെല്ലാം വിഷമിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഉത്തരവാദികളായ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പം എന്താണ് ഇവരും സംഘപരിവാറും തമ്മിലുള്ള വ്യത്യാസം? ഭരണകൂടത്തിൽ ഇരുന്നു കൊണ്ട് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇത് ചെയ്താൽ കേരളം എവിടെ എത്തിച്ചേരും എന്ന് തിരിച്ചറിയണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വർഗീയ രാഷ്ട്രീയത്തിന് CPM ശ്രമിക്കുന്നുവെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇതിനോട് പ്രതികരിച്ചത്. പാർട്ടി നിലപാടാണോ എന്ന് CPM വ്യക്തമാക്കണം എന്നതുകൂടി KPCC അധ്യക്ഷൻ പറഞ്ഞു. മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയും ഇതിനു മുൻപ് AK ബാലൻ നടത്തിയ പ്രഖ്യാപനങ്ങളുമെല്ലാം വളരെ ബോധപൂർവ്വം നടത്തുന്നതാണ്, മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്. സജി ചെറിയാൻ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ആക്ഷേപിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നാക്കിനും വാക്കിനും യാതൊരു നിയന്ത്രണവുമില്ല. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ CPM നേതാക്കന്മാർ തയ്യാറാകണം. ഇത് CPM പാർട്ടിയുടെ നിലപാടാണോ എന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും വ്യക്തമാക്കണം. അപ്പോൾ AK ബാലന്റെ പ്രസ്താവന, അതിന് പിന്നാലെ ഉണ്ടായ സജി ചെറിയാന്റെ പ്രസ്താവന, ഇത് ഒരു തുടർച്ചയാണ് എന്ന കാര്യമാണ് കോൺഗ്രസ് നേതാക്കൾ പറയാൻ ശ്രമിച്ചത്. അപകടകരമായ പ്രസ്താവനയാണ് സജി ചെറിയാൻ നടത്തിയതെന്ന് രമേശ് ചെന്നിത്തലയും ചൂണ്ടിക്കാട്ടി. വർഗീയ ധ്രുവീകരണമാണ് CPM അജണ്ടയെന്നും തെരഞ്ഞെടുപ്പിൽ വർഗീയ കാർഡ് കളിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവുമാണ് ചെന്നിത്തല പങ്കുവച്ചത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ തുടർന്നാണ് ഇന്നലെ സജി ചെറിയാൻ വളരെ ആപൽക്കരമായ, അപകടകരമായ ഒരു പ്രസംഗം ആലപ്പുഴയിൽ നടത്തിയത്. അദ്ദേഹം കാസർകോട്ടെയും മലപ്പുറത്തെയും തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗം എനിക്കത് ആവർത്തിക്കാൻ പോലും കഴിയില്ല. എത്ര അപകടകരമായ ഒരു പ്രസംഗമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPMന്റെ ഒരു അജണ്ടയാണ് വർഗീയ ധ്രുവീകരണം, വർഗീയത ആളിക്കത്തിക്കുക. അതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ കാണുന്നത്. അതാണ് അതേ തുടർന്ന് സജി ചെറിയാൻ നടത്തിയ പ്രസംഗം. ഇന്ന് സജി ചെറിയാൻ തിരുത്തി പറയാൻ ശ്രമിച്ചപ്പോഴും നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറഞ്ഞത്. അത് CPMന്റെ ഒരു അജണ്ടയാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPM വർഗീയ കാർഡ് കളിക്കാൻ ശ്രമിക്കുകയാണ്. പരിപൂർണ സംഘപരിവാർ അവസ്ഥയിലേക്ക് CPM മാറി എന്നതിന്റെ തെളിവാണ് സജി ചെറിയാന്റെ വാക്കെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. BJP പോലും ഇങ്ങനെ പറയില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ലീഗിനെതിരായ വിവാദ പ്രസ്താവനയിൽ ആണ് K മുരളീധരന്റെ ഈ പ്രതികരണം വരുന്നത്. ഇന്ന് BJPക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഏതാണ്ട് ഒരേ സ്വരമാണ്. അതിന്റെ ഉദാഹരണമാണ് ഇന്നലെ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന. ഇന്ന് അദ്ദേഹം അതിനെ വീണ്ടും ന്യായീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കാസർഗോഡ് 22 മുസ്ലിങ്ങൾ വിജയിച്ചു, 12 ഹിന്ദുക്കൾ വിജയിച്ചു. വിജയിച്ച 22 മുസ്ലിങ്ങളും മുസ്ലിം ലീഗുകാരും, വിജയിച്ച 12 ഹിന്ദുക്കൾ BJPക്കാരുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പക്ഷേ 23-ാം തീയതി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹം സജി ചെറിയാനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിസ്സാരനാണ് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ മോഡി സജി ചെറിയാനെ ചിലപ്പോൾ അഭിനന്ദിക്കുമായിരിക്കും. കാരണം RSS പോലും പറയാത്ത വർഗീയതയാണ് പിണറായി സർക്കാരിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മന്ത്രിയുടെ പ്രസ്താവന നടത്തിയത്. അപ്പോൾ എന്തുമാത്രം മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവാണ്. അപ്പോൾ ലീഗിനെതിരെയാണ് സജി ചെറിയാൻ ഈ വാക്കുകളിലൂടെ ഉന്നമിട്ടത്.
അപ്പോൾ ലീഗ് സ്വാഭാവികമായും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നു. വർഗീയ ധ്രുവീകരണം ലീഗിന്റെ ലക്ഷ്യമല്ല എന്നതാണ് സജി ചെറിയാന് ലീഗ് നൽകുന്ന മറുപടി. സജി ചെറിയാനെ പോലെ ഇത്രയും വലിയ വർഗീയത ആരും പറഞ്ഞിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. സജി ചെറിയാൻ ലീഗിനെ കുറിച്ച് ആദ്യം പഠിക്കണമെന്നും ഒരു ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന പ്രചരണമാണ് സജി ചെറിയാൻ നടത്തിയതെന്നുമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. സജി ചെറിയാൻ കാസർഗോഡിനെ അപമാനിച്ചുവെന്ന് എന്നെ നെല്ലിക്കുന്ന് MLAയും ചൂണ്ടിക്കാട്ടി. സംസ്കാര ശൂന്യമായ പ്രതികരണമാണ് ഉണ്ടായത്. മന്ത്രിസ്ഥാനത്ത് നിന്ന് സജി ചെറിയാനെ നീക്കം ചെയ്യണം. തൊഗാഡിയയുടെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും നാവ് കടമെടുത്താണ് സജി ചെറിയാൻ പ്രതികരിക്കുന്നതെന്നാണ് എന്നെ നെല്ലിക്കുന്ന് ഇക്കാര്യത്തിൽ പറഞ്ഞത്. തൊഗാഡിയ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കുറച്ചു കാലമായി അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നത്. അപ്പോൾ ശ്രീ സജി ചെറിയാൻ ഇപ്പോൾ തൊഗാഡിയുടെ റോളാണ് എടുത്തിരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നാവ് ശ്രീ സജി ചെറിയാൻ കടമെടുത്തിരിക്കുന്നു എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശ്രീ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ഒരു സംസ്കാര ശൂന്യമായ പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ നിന്നുണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി നമ്മുടെ സാംസ്കാരിക വകുപ്പിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മന്ത്രിയുടെ പ്രതികരണം നാടിന്റെ സൗഹൃദ അന്തരീക്ഷം തകർക്കുന്നതെന്നും മതവും സമുദായവും നോക്കിയാണ് വോട്ടിംഗ് എന്ന പ്രസ്താവന സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്നതാണെന്നും ഉള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മന്ത്രിയുടെ പ്രതികരണം പാർട്ടി നിലപാടാണോ എന്ന് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കണം. ഉത്തരേന്ത്യയിൽ കേട്ടുകേൾവിയുള്ള മതപരമായ ധ്രുവീകരണമാണ് ലക്ഷ്യമെന്നുമാണ് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ ഇക്കാര്യത്തിൽ പറയുന്നത്. സമസ്തയും അതിശക്തമായ വാക്കുകളിൽ സജി ചെറിയാനെതിരെ രംഗത്തു വരുന്നു എന്നതാണ് നമ്മൾ ഈ വിഷയത്തിൽ കാണുന്നത്. മലപ്പുറം, കാസർഗോഡ് ജില്ലയിലൊക്കെ വിജയിച്ചു വന്നവരുടെ പേര് നോക്കൂ എന്നാണ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ആ വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ചില ന്യായീകരണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഇത് കേവല രാഷ്ട്രീയമായ വിമർശനങ്ങളെക്കാൾ അപ്പുറം നമ്മുടെ നാടിന്റെ സൗഹൃദ അന്തരീക്ഷത്തിന് ഭീഷണി ഉയർത്തുന്ന, അതോടൊപ്പം സാമൂഹ്യ നീതിക്കെതിരായിട്ടുള്ള ഒരു പരാമർശമാണ്. ഭരണഘടന വകവെച്ച് നൽകുന്ന സാമൂഹ്യ നീതിക്കെതിരാണ് ഇന്ന് മന്ത്രി നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശം. വെള്ളാപ്പള്ളി നടേശനാണ് ഇത്തരം പരാമർശങ്ങളോട് തുടക്കം കുറിച്ചത്. പിന്നീട് ആ ഭാഷയിൽ AK ബാലൻ സംസാരിച്ചു. ഇപ്പോൾ മന്ത്രി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചതല്ല. അപ്പോൾ സജി ചെറിയാൻ വളരെ വിവാദമാകുന്ന ഒരു പ്രസ്താവന നടത്തുന്നു. അദ്ദേഹം പിന്നെയും അതിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നു. അത് വിശദീകരിക്കാൻ കുറെ കണക്കുകൾ നിരത്തുന്നു. ഇത് CPMന്റെ അറിവോടെയാണോ സജി ചെറിയാന്റെ ഈ പരാമർശം? CPMന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ്? അതാണല്ലോ ഏറ്റവും പ്രസക്തമായ കാര്യം. പക്ഷേ CPMൽ ഈ വിവാദ പരാമർശത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് തന്നെ അതൃപ്തി ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തരാതെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി പോകുന്നത് കാണാമായിരുന്നു. അപ്പോൾ അതിൽ ആശയക്കുഴപ്പങ്ങൾ CPMനുള്ളിൽ ഉണ്ട് എന്നതാണ് അത് വ്യക്തമാക്കുന്നത്. സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി. അതായത് മലപ്പുറത്തെയും കാസർഗോഡെയും അത് അങ്ങനെ പറയാൻ പാടുണ്ടോ? അവരുടെ പേര് നോക്കി വിലയിരുത്താന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞു മാറി പോവുകയാണ് MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ. AK ബാലന്റെ പരാമർശങ്ങളോടും MV ഗോവിന്ദന്റെ പ്രതികരണം ഈ രീതിയിലായിരുന്നു. കൃത്യമായ മറുപടി ഇല്ലാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് CPM സംസ്ഥാന സെക്രട്ടറി ശ്രമിച്ചിട്ടുള്ളത്. ഈ വിവാദ പരാമർശത്തിൽ പക്ഷേ സജി ചെറിയാനെ തള്ളിപ്പറയാതെയാണ് മന്ത്രി V ശിവൻകുട്ടി അതിനോട് പ്രതികരിച്ചത്. സജി ചെറിയാൻ അത്തരമൊരു പ്രസ്താവന നടത്താൻ സാധ്യത കുറവാണ്, തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം, അങ്ങനെ വാർത്ത വന്നത് അതുകൊണ്ടാകാം എന്നതാണ് V ശിവൻകുട്ടി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. സജി ചെറിയാന്റെ ഭാഗം കൂടി കേൾക്കട്ടെ എന്നതൊക്കെയാണ് അദ്ദേഹം ന്യായീകരിക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതേസമയം മതനിരപേക്ഷതയുടെ കരുത്തുറ്റ തുരുത്തായി കേരളം നിലനിൽക്കുകയാണ് എന്ന് ഇതേ ദിവസം തന്നെ മുഖ്യമന്ത്രി പറയുകയാണ്. അതിന് അടിത്തറയിട്ടത് ഈ രീതിയിലേക്ക് രൂപപ്പെടാൻ ആഹ്വാനം ചെയ്തതും ശ്രീനാരായണ ഗുരുവാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൊല്ലത്ത് ആശ്രാമത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഗുരുവിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ വ്യത്യസ്തമായ ഒരു തുരുത്തായി കേരളം നിലകൊള്ളുന്നു. മതനിരപേക്ഷതയുടെ
കരുത്തുറ്റ തുരുത്തായി കേരളം നിലനിൽക്കുന്നു. ഇതിന് ദൃഢമായ അടിത്തറയിട്ടതും ഈ രീതിയിലേക്ക് കേരളത്തെ രൂപപ്പെടുത്താൻ ആഹ്വാനം ചെയ്തതും ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും ശ്രീനാരായണ ഗുരുവാണ്. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായി ഈ കേരളത്തെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. തീർച്ചയായും മുഖ്യമന്ത്രി പറയുന്നത് പോലെ അത്തരത്തിലുള്ളൊരു തുരുത്താണ് കേരളം എന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യത്തെ മറ്റെല്ലാ ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കേരളം. ശാന്തിയോടെയും സമാധാനത്തോടെയും ഒക്കെ ജീവിക്കാൻ കഴിയുന്ന ഇടമാണ് ഇന്നും കേരളം എന്ന് മുഖ്യമന്ത്രി പറയുന്നത് യാഥാർത്ഥ്യമാണ്. അത് അതുപോലെ തന്നെ നിലനിൽക്കണമെന്നാണ് ഓരോ മലയാളികളുടെയും ആഗ്രഹം. അവിടെയാണ് ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. നേരത്തെ മുൻ മന്ത്രി എ കെ ബാലൻ നടത്തിയ പ്രസ്താവനയെ പിന്തുണച്ച് രംഗത്ത് വന്നത് മുഖ്യമന്ത്രിയാണ്. വിവാദ പ്രസ്താവനയുടെ പേരിൽ രാജിവെക്കേണ്ടി വന്നിട്ടുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് സജി ചെറിയാൻ. സജി ചെറിയാനെ മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളുമോ കൊള്ളുമോ? അതാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്നത്. സതീശനെതിരായ NSS SNDP നിലപാട് ആയുധമാക്കാൻ CPM ശ്രമിക്കുമ്പോഴാണ് അതിന്റെ എല്ലാ ഫോക്കസും മാറ്റിക്കൊണ്ട് സജി ചെറിയാന്റെ വിവാദ പരാമർശം ഇന്നലെ വൈകുന്നേരത്തോടെ ഉണ്ടാകുന്നത്. പക്ഷേ എങ്കിൽ പോലും ശ്രദ്ധ അതിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ CPMന്റെ ഭാഗത്തു നിന്നുമുണ്ട്. സമുദായ നേതാക്കളുടെ VD സതീശനോടുള്ള വ്യക്തിപരമായ വിമർശനത്തിൽ സതീശനെ പൂർണ്ണമായും പിന്തുണച്ച് കോൺഗ്രസ് രംഗത്ത് വരുന്നില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ അതും CPMനെ സംബന്ധിച്ച് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഒരു സിറ്റുവേഷനാണ്. നിലപാടെടുത്തതിന്റെ പേരിൽ എന്നാൽ ഏതാക്രമണവും നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് VD സതീശൻ തന്നെ ഇന്ന് രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. NSS SNDP ഐക്യം VD സതീശനെതിരെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടതിൽ വിശദീകരണവുമായി ജി സുകുമാരൻ നായർ തന്നെ രംഗത്ത് വരുന്നതും ഇന്ന് കണ്ടു. അപ്പോൾ എന്താണ് ഈ ഐക്യവുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ എന്ന കാര്യം നമ്മൾ വിശദമായി തന്നെ പരിശോധിച്ചാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UDFനെ നയിക്കുന്ന VD സതീശനെതിരെ സംസ്ഥാനത്തെ 2 പ്രബല സമുദായങ്ങളുടെ നേതൃത്വം തിരിഞ്ഞത് CPM ക്യാമ്പിൽ വലിയ പ്രതീക്ഷയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എല്ലാ സമുദായങ്ങളും UDF നേതൃത്വത്തിനെതിരാണെന്നുള്ള പ്രചാരണം കൊടുക്കാനാണ് CPM ഇതിലൂടെ ശ്രമിക്കുന്നത്. വർഗീയതയ്ക്കെതിരെ നിലപാട് പറയുമ്പോഴും NSSും SNDPയും VD സതീശനിൽ അതൃപ്തി പ്രകടമാക്കിയത് LDF നേതൃത്വത്തിനുള്ള അംഗീകാരമാണ് എന്ന് CPM കരുതുന്നുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ലീഗ് ആയിരിക്കും കേരളം ഭരിക്കുക എന്നുള്ള പ്രചാരണം സജീവമായി നിലനിർത്താൻ തന്നെയാണ് CPM ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് എ കെ ബാലന്റെ പ്രസ്താവനയെ പരസ്യമായി ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. ഈ വിഷയത്തിലും കരുതലോടെയാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്. സമുദായ സംഘടനകൾ തമ്മിൽ ഐക്യമുണ്ടാകുന്നത് നല്ലതാണെന്ന് പറയുമ്പോഴും അത് പ്രതിപക്ഷ നേതാവിനെതിരെയാണെന്ന ചോദ്യത്തിന് വ്യക്തിപരമായി കാണുന്നില്ല എന്നായിരുന്നു MP ഗോവിന്ദന്റെ മറുപടി. സതീശന് മതേതര സമൂഹത്തിന്റെ പിന്തുണ കിട്ടാതിരിക്കാനുള്ള ജാഗ്രത CPM നേതൃത്വം പുലർത്തുന്നു എന്നതാണ് അതിൽ നിന്നും വ്യക്തമാവേണ്ടത്. ജാതി മത വിഭാഗങ്ങളെല്ലാം ചേർന്ന് എല്ലാം ഉള്ളതാണ് നാട്ടിൽ. അവരെല്ലാം ചേർന്ന് ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നന്നാകുക. വ്യക്തിപരമല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വ്യക്തിപരമല്ല. സമുദായ സംഘടനകൾ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്നത് നല്ല കാര്യമെന്ന് പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി സതീശനെ കടന്നാക്രമിക്കാതിരിക്കാൻ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തി. നമ്മുടെ SNDP ആയിരുന്നാലും NSS ആയിരുന്നാലും KPMS ആയിരുന്നാലും മുസ്ലിം ഓർഗനൈസേഷൻസ് ആയിരുന്നാലും അവരെല്ലാം കൂടെ ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി
മുന്നോട്ട് പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. അവരുടെയും പിന്നെ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ SNDPക്ക് മഹത്തായ ഒരു വലിയ പാരമ്പര്യം ഉണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ മുതലുള്ള മഹത്തായ ഒരു പാരമ്പര്യം SNDPക്കുണ്ട്. NSSന് അതേപോലെ പിന്നെ മന്നത്ത് പത്മനാഭൻ മുതലുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ പാരമ്പര്യം ഉണ്ട്. KPMSന് പിന്നെ അതേപോലെ തന്നെ ഉള്ള അയ്യങ്കാളി അടക്കമുള്ള സാംസ്കാരിക നേതാക്കന്മാരുടെ പാരമ്പര്യം, നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ അവരുടെയുള്ള പാരമ്പര്യമുണ്ട്. കേരളത്തിലെ അത്തരം സംഘടനകളൊക്കെ തന്നെ നവോത്ഥാന നായകന്മാരുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അവരുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ അവരെല്ലാം നമ്മൾ പിന്നെ ഒരു കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അവരെയെല്ലാം വിമർശിക്കുമ്പോൾ അതിനെല്ലാം ഒരു അതിര് കടന്നു പോകുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ ഈ സമുദായ നേതാക്കൾ ഉയർത്തിയ വിമർശനം അതൊരു വ്യക്തിക്കെതിരെയുള്ള വിമർശനമല്ല, PD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെതിരെയുള്ളത് മാത്രമല്ല, കോൺഗ്രസിനെതിരെയുള്ളതാണ് എന്നാണ് CPM പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ആണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് ഏതെങ്കിലും വ്യക്തി കേന്ദ്രീകൃതമായ വിമർശനമല്ല എന്നതാണ്. അത് തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഒരു നീക്കമാണ് എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? കോൺഗ്രസിനെതിരെ ഉള്ള ഒരു പ്രചരണമാക്കി അതിനെ മാറ്റുമ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നതെന്ന് നോക്കിയാൽ ഇതിന് മറുപടി പറയേണ്ടത് തന്റെ മാത്രം ഉത്തരവാദിത്തമായി മാറുന്നു, പ്രതിപക്ഷ നേതാവിന്റെ മാത്രം ഉത്തരവാദിത്തമായി മാറുന്നു എന്നതാണ് കോൺഗ്രസിലെ അവസ്ഥ. വർഗീയ പ്രസ്താവന ആര് നടത്തിയാലും എതിർക്കുമെന്ന് വളരെ ശക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് രംഗത്ത് വരുന്നത് VD സതീശൻ തന്നെയാണ്. ഇന്നലെയും അദ്ദേഹം ആ നിലപാട് പറഞ്ഞിരുന്നതാണ്. നിലപാടെടുത്തതിന്റെ പേരിൽ ഏതാക്രമണവും നേരിടാൻ തയ്യാറാണ് എന്നതാണ് VD സതീശൻ ഇന്നും വ്യക്തമാക്കിയത്. സമുദായ നേതാക്കൾ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുതെന്നാണ് തന്റെ നിലപാട്. വർഗീയതയ്ക്കെതിരായ തന്റെ വാക്കുകൾ ചരിത്രമാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അല്ലല്ല, വ്യക്തികളോട് നമുക്കെന്താ ബഹുമാനക്കുറവ്? വ്യക്തികളോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ ആരെയും കുറിച്ച് ഒരു മോശമായ വാക്കും പറയില്ല, പണ്ടും പറഞ്ഞിട്ടില്ല, ഒരു മോശമായ വാക്കും പറയില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്, എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരുടെ പ്രായവും അവരിയ്ക്കുന്ന സ്ഥാനത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു വാക്കും മോശമായിട്ട് ഞാൻ പറയില്ല. പക്ഷേ വർഗീയതയ്ക്കെതിരായിട്ട് പറയും. വർഗീയത ആര് പറഞ്ഞാലും പറയും. എനിക്കെന്ത് സംഭവിച്ചാലും അതായത് രാഷ്ട്രീയ നേതാക്കൾ പരിധി വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ചൊരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, MLA ഇരിക്കുമ്പോൾ എന്താ പറഞ്ഞത്, അവരൊക്കെ നല്ല ആളുകളാണെന്ന് പറഞ്ഞത്. സമുദായ നേതാക്കൾ അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കാനേ പാടുള്ളൂ, കിടക്കരുന്നു. അത് രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത്. അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയി ഇരുന്നാൽ മതി, ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വാചകം, മനസ്സിലായോ? ഞാൻ കിടക്കൂലല്ലോ അവരൊന്നും മുമ്പിൽ, ഞാൻ അവരുടെ മുമ്പിൽ ഇരിക്കുള്ളൂ. അവരിയ്ക്കാൻ പറഞ്ഞാൽ അവര് ഇന്നലെ ചിരിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ KPCC അധ്യക്ഷൻ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും സമുദായ നേതാക്കന്മാരുമായി നല്ല സൗഹൃദത്തിൽ പോകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നുമാണ് സണ്ണി ജോസഫ് ഇന്ന് ഈ വിഷയത്തിൽ പറഞ്ഞത്. ആരുമായും തർക്കത്തിനില്ല, നല്ല സൗഹൃദങ്ങൾ എല്ലാവരുമായി നിലനിർത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, സമുദായ നേതാക്കന്മാരുമായി നല്ല സൗഹൃദത്തിൽ പോകാനാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അവരുമായൊരു വ്യക്തിഗത തർക്കത്തിലേക്ക് ഞങ്ങളാരും നീങ്ങുന്നില്ല. അല്ലല്ല, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ എല്ലാ ആളുകളുടെയും ആഗ്രഹം, ആവശ്യം. നല്ല സൗഹൃദം എല്ലാവരുമായിട്ട് നിലനിർത്താൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും പരിശ്രമിക്കും. ആരും ഒറ്റയ്ക്കല്ല. സമുദായ നേതാക്കന്മാർ പേരെടുത്ത് അംഗീകരിച്ച അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുത്തവർക്ക് എന്താണ് ഈ വിവാദത്തിൽ പറയാനുള്ളത് എന്നതുകൂടി കേൾക്കണമല്ലോ. അതിൽ പ്രതികരിച്ചത് രമേശ് ചെന്നിത്തല മാത്രമാണ്. KC വേണുഗോപാലും AK ആന്റണിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. VD സതീശനെ പിന്തുണച്ചും എന്നാൽ NSS SNDP നേതാക്കളെ പിണക്കാതെയുമായിരുന്നു രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. സമുദായ ഐക്യം നല്ലതാണെന്നും എതിർക്കേണ്ട കാര്യമില്ല എന്നും ചെന്നിത്തല പറയുന്നു. വർഗീയതയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പാർട്ടിയുടെ നയമാണ് എന്നുകൂടി രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് കോൺഗ്രസ് നയമെന്നും തർക്കിച്ച് സമയം കളയേണ്ട സമയമല്ല ഇതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അവർ യോജിച്ചു പോവാണെങ്കിൽ നല്ലതാണ്, അവർ യോജിച്ചു പോട്ടെ. എല്ലാ മതവിഭാഗങ്ങളും യോജിച്ചു പോകുന്നതാണ് എപ്പോഴും നല്ലത്.
മതവിഭാഗങ്ങളിലോ അല്ലെങ്കിൽ സംഘടനകൾ തമ്മിലോ തർക്കം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. ഞാൻ NSSൻ്റെയോ SNDPയുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. ഞാൻ എന്നും മതേതര നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ. ഞാൻ അവരോടൊക്കെ പിണങ്ങിയിട്ടുമുണ്ട്, ഇണങ്ങിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, ചരിത്രം അതാണ്. നമ്മളെല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാക്കി പ്രശ്നങ്ങൾ കലുഷിതമാക്കേണ്ട സമയമൊന്നും അല്ലല്ലോ. ഇന്നിത് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുതർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? കേരളത്തെ മോചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അല്ല, ഐക്യം അവർ രണ്ട് സംഘടനകൾക്ക് ഗുണം ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? നമ്മളെന്തിനാ എതിർക്കുന്നത്? അല്ല, ഞാൻ പറയട്ടെ, അവർ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നത് നമ്മളെന്തിനാ എതിർക്കുന്നത്? എത്രയോ കാലഘട്ടം എന്നോട് 9 വർഷം NSS അകന്നു നിന്നിട്ടുണ്ട്, SNDP അകന്നു നിന്നിട്ടുണ്ട്. അതൊക്കെ അവർ, പക്ഷെ നമ്മളുടെ ലക്ഷ്യം എന്താണ്? അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഒരു കാര്യം കൂടി, അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന സമീപനമാണ്. അത് NSS ആണെങ്കിലും SNDP ആണെങ്കിലും ക്രൈസ്തവ സഭകളാണെങ്കിലും മുസ്ലിം സംഘടനകളാണെങ്കിലും KPMS പോലുള്ള സംഘടനകൾ, എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന സമീപനമാണ് കോൺഗ്രസ് എന്ന് സ്വീകരിക്കുന്നത്. അതാണ് ഒരു മിനിറ്റ്, അതാണ് ഇൻക്ലൂസീവായ സമീപനം എന്ന ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് എടുക്കുന്ന ഒരു നയം. ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇന്നലെ സുകുമാരൻ നായർ സംസാരിച്ചത്. ആ പരാമർശത്തോട് കരുതലോടെയായിരുന്നു ചെന്നിത്തലയുടെ ഇന്നത്തെ പ്രതികരണം. താങ്കളോളം യോഗ്യൻ മറ്റാരുണ്ട് എന്ന സുകുമാരൻ നായരുടെ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത്. അപ്പോൾ 9 വർഷമായി പിണങ്ങിക്കഴിഞ്ഞതിന്റെ കാര്യം, അനുഭവം മുന്നിലുള്ള ചെന്നിത്തല അദ്ദേഹം ഇത്രയെങ്കിലും പറഞ്ഞല്ലോ എന്നതാണ് ആശ്വാസം. അതേസമയം VD സതീശന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ആര് വിമർശിച്ചാലും ഞങ്ങൾ എതിർക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. NSSും SNDPയും ഐക്യപ്പെടുന്നതിനെയും സാമുദായിക ഐക്യത്തെയും ഞങ്ങൾ എതിർക്കില്ല, എന്നാൽ ഏത് നേതാക്കൾക്കെതിരെ ആക്രമണം വന്നാലും അതിനെതിരെ നിലകൊള്ളും എന്നതാണ് കെ മുരളീധരൻ ഇക്കാര്യത്തിൽ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സമുദായ സംഘടനകൾ യോജിക്കുന്നതിൽ പാർട്ടി ഒരു തെറ്റും കാണുന്നില്ല. പ്രതിപക്ഷ നേതാവിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ഒരു കാരണവശാലും VD സതീശനെ ആക്രമിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കില്ല എന്ന് മാത്രമല്ല, ശക്തമായിട്ട് എതിർക്കുകയും. പൂർണ്ണമായ പിന്തുണയുണ്ട് എന്ന് പറയുന്നത് കെ മുരളീധരനാണ്. എന്നാൽ ഈ വിഷയത്തിൽ പൂർണ്ണമായ പിന്തുണയുണ്ടോ? വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന മറുപടികൾ കൂടി വന്നിട്ടുണ്ട്. സാമുദായിക നേതാക്കളുടെ അധിക്ഷേപത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ പിന്തുണയ്ക്കാതെ കോൺഗ്രസ് നേതാക്കളായ കൊടിക്കുന്നിൽ സുരേഷും അടൂർ പ്രകാശും മാധ്യമങ്ങളിലെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ വിവാദങ്ങൾക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. സമുദായ നേതാക്കളോട് ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. സമുദായ സംഘടനാ നേതാക്കൾ ഇങ്ങനെ തിരിയുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക പാർട്ടിക്കുള്ളിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ വിഭാഗം. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട സതീശന്റെ പരാമർശമാണ് വിവാദത്തിന്റെ തുടക്കം. പിന്നീട് സതീശനെതിരെ വെള്ളാപ്പള്ളിയും G സുകുമാരൻ നായരും രംഗത്തെത്തി. എന്നാൽ സമുദായ നേതാക്കളുമായി തർക്കിക്കേണ്ടെന്ന കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായത്തിന് ശേഷവും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VD സതീശൻ. വ്യക്തിപരമായി ലാഭനഷ്ടങ്ങൾ ഉണ്ടായാലും വർഗീയതയ്ക്കെതിരായ നിലപാടിൽ വെള്ളം ചേർക്കില്ല എന്ന് സതീശൻ വ്യക്തമാക്കുമ്പോഴാണ് കോൺഗ്രസിൽ ഈ വിധത്തിൽ രണ്ടഭിപ്രായം ഇതിനെതിരെ ഉടലെടുക്കുന്നത്. ഈ രീതിയിലുള്ള വളഞ്ഞിട്ടുള്ള ആക്രമണത്തിൽ ഒരു വിഭാഗത്തിന്റെ, കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ അത് മാറുന്നത്. എന്തായാലും സമുദായ ഐക്യവും സതീശനെതിരായ നിലപാടും അനുകൂല സാഹചര്യമായി CPM കാണുമ്പോൾ തിരിച്ചടിയാകുമോ എന്ന ഭയം കോൺഗ്രസിൽ ഉണ്ട്. അതിനപ്പുറം സതീശൻ വിരോധികൾക്ക് യോജിക്കാനും ആഹ്ലാദിക്കാനുമുള്ള കാരണമായി ഇത് മാറുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നത് ഉറപ്പുമാണ്. ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് സമൂഹ മാധ്യമത്തിലൂടെ ആരോപിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയതിൽ യുവതിക്കെതിരെ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് ആ യുവാവിന്റെ കുടുംബം. ദീപകിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്നാണ് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും നിലപാട്. ദീപക് തെറ്റ് ചെയ്തിട്ടില്ല എന്നും യുവതിയുടെ പോസ്റ്റ് പ്രചരിച്ചതിന് പിന്നാലെ മനോവിഷമത്തിലാണ് ആത്മഹത്യയുണ്ടായതെന്നും ഈ കുടുംബം ആരോപിക്കുന്നു. അപ്പോൾ ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയില്ല.
എന്തായാലും കുടുംബം വലിയ രീതിയിൽ അസ്വസ്ഥമാണ്. അവർ നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് ഗോവിന്ദപുരം മണൽത്താഴം സ്വദേശിയാണ് ദീപക്. 42 വയസ്സായിരുന്നു. ആ ദീപകിന്റെ മരണത്തിലാണ് കുടുംബം നിയമ നടപടികൾക്ക് തയ്യാറെടുത്തിരിക്കുന്നത്. സമൂഹ മാധ്യമത്തിൽ യുവതി പങ്കിട്ട വീഡിയോയിൽ അപമാനം നേരിട്ട ശേഷം ദീപക് ഞായറാഴ്ച ജീവനൊടുക്കുകയായിരുന്നു. ഉള്ളാട്ടുതൊടി ജോയിയുടെയും കന്യകയുടെയും ഏക മകനാണ് ഈ 42-കാരനായ ദീപക്. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ സ്വകാര്യ വസ്ത്ര സ്ഥാപനത്തിലെ സെയിൽസ് എക്സിക്യൂട്ടീവായി ദീപക് ജോലി ചെയ്തു വരികയായിരുന്നു. വെള്ളിയാഴ്ച ഈ ജോലിയുടെ ആവശ്യത്തിനായാണ് ദീപക് പയ്യന്നൂരിലേക്ക് പോയത്. പിന്നീട് ബസ്സിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് തന്റെ ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചതായി ആരോപിച്ച് അരീക്കോട് സ്വദേശിയായ യുവതി ഒരു വീഡിയോ പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. തൊട്ടുപിന്നാലെ സംഭവത്തിന്റെ വിശദീകരണവും വിലയിരുത്തലുമായി ശനിയാഴ്ച യുവതി പിന്നീട് വേറൊരു വീഡിയോ കൂടി പുറത്തുവിട്ടു. ഇതോടെയാണ് ദീപക് മാനസിക സംഘർഷത്തിലായതെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പറയുന്നത്. തെറ്റായ ആരോപണമാണ് യുവതി ഉയർത്തിയതെന്നും ദീപക് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോയതെന്നും ബന്ധുക്കൾ പറയുന്നു. ദീപകിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്നും അതിൽ നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞതായുമാണ് ബന്ധുക്കൾ പ്രതികരിച്ചത്. ദൃശ്യം പ്രചരിപ്പിച്ച യുവതിക്കെതിരെ കേസ് നൽകുമെന്ന് ആത്മഹത്യ ചെയ്ത ദീപകിന്റെ പിതാവ് പറഞ്ഞു. പരാതിയായിട്ട് കോടതിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് അത് എല്ലാത്തിനും ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ മോൻ പോയിരിക്കുന്നു. അതിൻ്റെ എല്ലാ നടപടികളും അവരെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിനെ വെറുതെ ആ പെണ്ണിനെ വിടാൻ പറ്റില്ല. അത് നല്ല ശിക്ഷ കൊടുക്കുമ്പോഴാണ് അതിൽ ജയിലിലിട്ട് അടയ്ക്കണം. ഇങ്ങനെ മറ്റുള്ള ഒരു വീട്ടുകാർക്കും ഞങ്ങൾക്ക് വന്ന മാതിരി മറ്റുള്ള കുടുംബങ്ങൾക്കും ഇങ്ങനെ വരരുത്. അതിനെ നുള്ളി കളയണം. അങ്ങനെ വിട്ടാൽ കുട്ടികൾക്ക് തലയിൽ കയറിക്കാളും. ഇങ്ങനത്തെ തന്നെ സ്വഭാവമായിരിക്കണം. നമുക്ക് ആകെ ഒരു മോനുള്ളൂ. അവരാണ് എല്ലാം ഈ കുടുംബം തന്നെ നടത്തിക്കൊണ്ടുള്ളത്. എല്ലാ കാര്യം നോക്കിയിട്ടൊക്കെ ഞാനാണെങ്കിൽ രണ്ടാൾക്കും വെച്ചാൽ സുഖമില്ല. അങ്ങനെ അവൻ ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് അവനാണെങ്കിൽ ഒരാളോടും എന്തൊരിതില്ലാത്തൊരു കുട്ടിയാണ്. മറ്റേ ഒരു ചീത്ത സ്വഭാവമോ അങ്ങനത്തെ ഒരു ഇതില്ലാതെ നല്ല ഇതിൽ നടക്കുന്ന കുട്ടിയാണ്. അവങ്ങനെ പറ്റി പുറത്ത് ഇത് വീഡിയോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരായാലും അവർക്കൊരു മാനക്കേടാണല്ലോ. ആദ്യം സഹിക്കാൻ വയ്യാതെയായി ഈ സംഭവം ഉണ്ടാക്കിയത്. ഈ സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണത്തെ കുറിച്ചൊക്കെ അറിയാൻ കുടുംബം വൈകിപ്പോയി എന്ന ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ശനിയാഴ്ച രാത്രി 10 മണിയോടെ കിടപ്പുമുറിയിലേക്ക് പോയ ശേഷം പിറ്റേന്ന് രാവിലെ മുറി തുറക്കാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ നാട്ടുകാരുടെ സഹായത്തോടെ വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് ദീപകിനെ ഈ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വീഡിയോ പ്രചരിക്കുന്ന വിവരം സുഹൃത്തുക്കളിൽ നിന്നും മറ്റുമാണ് ദീപക് ആദ്യം അറിയുന്നത്. അതിന്റെ വലിയ മനോവിഷമം ഉണ്ടായിരുന്നു എന്നിപ്പോൾ ബന്ധുക്കൾ പറയുന്നു. എന്തായാലും സമൂഹ മാധ്യമം ഉപയോഗിക്കാത്ത മാതാപിതാക്കൾ ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും ചെയ്യാനായില്ല ഈ വിഷയത്തിൽ എന്നതാണ് അവർ പറയുന്നത്. വർഷങ്ങളായി ദീപകിനെ അറിയാമെന്നും വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് യുവതി തുടർച്ചയായി നടത്തിയതെന്നുമാണ് മറ്റ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത്. ദീപക് ജോലി ചെയ്തു വന്ന വസ്ത്രസ്ഥാപനത്തിലെ ഉടമകളുമൊക്കെ ആ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പങ്കുവച്ചത്. അമ്മ ഇന്ന് ഞാൻ രാവിലെ തന്നെ അമ്മനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു ദീപകിന്റെ. അപ്പോൾ അമ്മനോടും ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണേ ഇങ്ങനെയൊക്കെ ഇതിൽ വന്നെന്നുള്ളത്. അമ്മ പുറത്ത് പോരാനും വേണ്ടെന്നുള്ളൊരു ഇതിൽ പറഞ്ഞു. അപ്പോൾ അത് പരിഹരിക്കാന്നുള്ളൊരു കാര്യമാണ് അമ്മയും പറഞ്ഞത്. അപ്പോൾ അതൊന്നും ആർക്കും കേൾക്കാതെയാണ് ആൾ ചെയ്തത്. അത് ഇവിടെ ഒരൊറ്റ കാരണം കൊണ്ടാണ്. വിഷയം പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് വിഷയത്തിൽ പ്രതികരിച്ചു. നിയമപരമായ നടപടികൾ സ്വീകരിക്കട്ടെ എന്നും മന്ത്രി പറഞ്ഞു. ഒന്ന്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. 2, ഇതില് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. പോലീസ് ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്തട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് അതിലൂടെ മാത്രമേ പറയാനായിട്ട് കഴിയുകയുള്ളൂ. ഇപ്പോൾ പോലീസ് അത് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അന്വേഷണത്തിലൂടെ എന്താണ് സംഭവിച്ചത് എന്താണെന്നുള്ളത് പോലീസ് കണ്ടെത്തും. വ്യാജ പരാതികൾ, വ്യാജമായിട്ടുള്ളത് എന്തും അത് നമുക്കൊരു കാരണവശാലും അങ്ങനെയാണെങ്കിൽ അറിയില്ല, നമുക്കത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. പോലീസ് ഇത് കൃത്യമായിട്ട് അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് എന്താണെന്നുള്ളത് കണ്ടെത്തട്ടെ. ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് തന്നെ മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ കേസെടുത്തിട്ടുണ്ട് പോലീസ് ഈ വിഷയത്തിൽ. ദീപകിന്റെ മരണത്തിൽ അസ്വാഭാവിക
മരണം എന്ന പേരിലാണ് ഇപ്പോൾ പോലീസ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തത്. അസ്വാഭാവിക മരണത്തിനുള്ള BNS 194 പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തിയ ശേഷം ബന്ധപ്പെട്ടവരുടെ മൊഴി കൂടിയെടുത്ത ശേഷം കേസിൽ തുടർ നടപടി സ്വീകരിക്കും എന്ന നിലപാടാണ് പോലീസിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. സമൂഹമാധ്യമത്തിൽ വീഡിയോ ഉൾപ്പെടുത്തിയത് സംബന്ധിച്ച് പ്രത്യേക FIR വേണമോ എന്നതിൽ പിന്നീട് ആയിരിക്കും ഒരു തീരുമാനമുണ്ടാവുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദീപകിന്റെ കട്ടിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും ടാബും കേസന്വേഷണത്തിന്റെ ഭാഗമായി എന്തായാലും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് ഞായറാഴ്ച രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എന്ന വിവരമാണ് വരുന്നത്. അപ്പോൾ ഇനി ആർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്ന ആവശ്യം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുകയാണ്. യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറും സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തി പരത്തിയതിന് യുവതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കൗൺസിലർ T. റെനീഷ് ആവശ്യപ്പെട്ടു. ദീപകിന്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് മെൻസ് കമ്മീഷൻ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തനിക്കെതിരെ കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ നേരിട്ട് സംസാരിക്കാൻ സാധിക്കില്ല എന്ന കാര്യമാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. എന്തായാലും മെൻസ് കമ്മീഷൻ ഇതിൽ വലിയ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ പെൺകുട്ടിക്കെതിരെ അടിയന്തരമായി FIR ഇട്ട് കേസെടുക്കണം. ആത്മഹത്യാ പ്രേരണ, അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങളിൽ കേസെടുക്കണം. ദീപകിന്റെ മരണം കേരളത്തിലെ പുരുഷാവകാശ പോരാട്ടങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റാണ്. ഇനി ഒരു ദീപക് ഉണ്ടാവരുത്. കാര്യം നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികളുള്ളതല്ലേ. നമ്മളിപ്പോ ഒരു കാര്യം കൂടെയുണ്ട്, ഞങ്ങൾ ആ ദീപകിന്റെ കുടുംബത്തിന് അവരുടെ കുടുംബത്തിന്റെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പെർമിഷനോടുകൂടി ധനസഹായവും ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോ അതിൽ ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് നിരവധി വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തുകൊണ്ട് ആദ്യം പ്രതികരിക്കാതെ ഇത് വീഡിയോ ആയി ചിത്രീകരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചോദ്യം. മറ്റൊന്ന്, അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാനായി ആ പെൺകുട്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, സമൂഹ മാധ്യമത്തിന് റീച്ച് നേടുന്നതിനു വേണ്ടി ഇത് ഉപയോഗിച്ചു എന്നതാണ്. ഇത് ഈ രീതിയിലാണോ ഒരു വിഷയം ഉണ്ടായാൽ പ്രതികരിക്കേണ്ടത്? നിയമ നടപടികളിലേക്ക് പോകാം. പക്ഷേ അത്തരം നീക്കങ്ങളൊന്നും പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഒരു ജീവൻ അതുമൂലം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേസെടുക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാർക്ക് എതിരെ നടപടി ഉണ്ടാകട്ടെ എന്നതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. കരൂർ ദുരന്തത്തിൽ വിജയ്ക്ക് കുരുക്ക് മുറുകുകയാണ്. TVK അധ്യക്ഷൻ വിജയിയെ CBI പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട്. ഫെബ്രുവരി 2ാമത്തെ ആഴ്ചയോടെ CBI കുറ്റപത്രം സമർപ്പിക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം. വിജയ്ക്കൊപ്പം തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് വരുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തിയേക്കുമെന്നതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്താണ് കരൂർ കേസിൽ സംഭവിക്കാൻ പോകുന്നത്? കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് കരൂരിൽ നടന്ന TVKയുടെ രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടായിരുന്നു ദാരുണമായ സംഭവങ്ങൾ അരങ്ങേറിയത്. അപകടത്തിൽ 41 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടനും തമിഴക വെട്രിക്കഴകം അധ്യക്ഷനുമായ വിജയിയെ പ്രതി ചേർക്കാൻ സാധ്യതയെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത്. കേസിൽ ഫെബ്രുവരി 2ാം വാരത്തോടെ CBI കുറ്റപത്രം സമർപ്പിക്കും. നിലവിൽ ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് വിജയെ 2ാം ഘട്ട ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയിരുന്നു. ഇപ്പോൾ ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു എന്നതാണ് ലഭ്യമാകുന്ന വിവരം. 2ാമത്തെ ദിവസമാണ് ഇന്ന് CBI വിജയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. വിജയ്ക്കൊപ്പം തമിഴ്നാട് പോലീസിലെ ADGP ഉൾപ്പെടെയുള്ള 2 ഉന്നത ഉദ്യോഗസ്ഥരെയും കേസിൽ പ്രതി ചേർക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പുകൾ ചുമത്തിയാകും ഇവർക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കുക. ഈ മാസം 12-ന് ആദ്യഘട്ട ചോദ്യം ചെയ്യൽ വിജയ്ക്കെതിരെ നടന്നിരുന്നു. 90 ചോദ്യങ്ങളാണ് CBI വിജയോട് ചോദിച്ചിരുന്നത്. ഇതിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. നേരത്തെ തന്നെ 2 ദിവസത്തെ ചോദ്യം ചെയ്യൽ ആവശ്യപ്പെട്ടിരുന്നു. പൊങ്കലിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി ആദ്യം നോട്ടീസ് നൽകിയ ദിവസം വരാൻ കഴിയില്ല എന്നത് വിജയ് അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തത്. ദുരന്തത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് CBI നടത്തുന്നത്. പ്രധാനമായും താഴെ പറയുന്ന 3-4 കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ്
അന്വേഷണ സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിശ്ചയിച്ചതിലും 7 മണിക്കൂറിലധികം വൈകിയാണ് വിജയ് വേദിയിലേക്ക് എത്തിയത്. എന്തുകൊണ്ടാണ് വിജയ് ഇത്രയും വൈകിയത് എന്ന കാര്യമാണ് CBI ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്. 2, വലിയ ആൾക്കൂട്ടവും തിരക്കും മൂലം പ്രശ്നങ്ങളുണ്ടായിട്ടും അവിടെ എന്തിന് പ്രസംഗം തുടർന്നു വിജയ് എന്ന ഒരു കാര്യമാണ് അന്വേഷണ സംഘം ചോദിക്കുന്നത്. തിരക്കൊഴിവാക്കി ആളുകളെ പിരിച്ചുവിടാൻ ഒരു പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിലും വലിയ താരം എന്ന നിലയിലും വിജയ്ക്ക് ഇടപെടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിന് വിജയ് എന്ത് നടപടികൾ സ്വീകരിച്ചു എന്ന ഒരു ചോദ്യം ചോദിക്കുന്നു. സംഭവത്തിന് ശേഷം എന്തുകൊണ്ടാണ് അടിയന്തരമായി ചെന്നൈയിലേക്ക് വിജയ് മടങ്ങിയത് എന്നതാണ് CBI അന്വേഷിക്കുന്ന മറ്റൊരു കാര്യം. അവിടെ നിന്ന് വിജയ് ഒളിച്ചോടി എന്ന തരത്തിലൊക്കെയാണ് അന്ന് വാർത്തകൾ വന്നത്. യഥാർത്ഥത്തിൽ വലിയൊരു ദുരന്തമുഖത്ത് നിന്ന് സ്വന്തം ജീവൻ രക്ഷിച്ച് ഒളിച്ചോടുകയാണ് വിജയ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒളിച്ചോടി എന്നൊരു ചോദ്യം CBI ചോദിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങളാണ് CBI വിജയിൽ നിന്ന് ചോദിച്ചറിയുന്നത്. ഒപ്പം പോലീസിന്റെ കയ്യിൽ നിന്നുള്ള വിവരങ്ങൾ തേടുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റ് ചോദ്യങ്ങളിലേക്കും CBI കടക്കുന്നു. രാവിലെ 11 മണിയോടെയാണ് CBIയുടെ ദേശീയ ആസ്ഥാനത്ത് വിജയുടെ ചോദ്യം ചെയ്യൽ ഇന്ന് തുടങ്ങിയത്. സുപ്രീം കോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം CBIയിലേക്ക് വിട്ടത്. ഒരു സാക്ഷി എന്ന നിലയിലാണ് വിജയിയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത് എന്നതാണ് CBI പറഞ്ഞിട്ടുള്ളത്. ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് TVK അധ്യക്ഷൻ എന്ന നിലയിൽ വിജയ്ക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി എന്നതിനപ്പുറം വിജയ് എന്ന താരത്തെ കൂടി കാണാനാണ് അവിടേക്ക് ആളുകൾ ഇരച്ചെത്തിയതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ 2 തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും വിജയിയെ സംബന്ധിച്ചുണ്ട്. വിജയിയെ അതുകൊണ്ട് തന്നെ കേസിൽ പ്രതി ചേർക്കാനാണ് സാധ്യത. അപ്പോൾ പോലീസിന്റെ മൊഴികളും വളരെ നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി CBI നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികളും വിജയിയുടെ മൊഴികളും തമ്മിൽ ഒത്തുനോക്കുന്ന നടപടികളാണ് ഇനി നടക്കേണ്ടത്. വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് നൽകിയ മൊഴി നടന് കൂടുതൽ തിരിച്ചടിയാകുന്നതാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. വൻ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് അറിയിച്ചില്ല എന്നതാണ് പോലീസ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. 30,000-ലധികം പേരെത്തിയത് അപകട കാരണമാകാം എന്നതൊക്കെയാണ് പോലീസ് നൽകിയിട്ടുള്ള മൊഴി. അങ്ങനെ പോലീസിന്റെ മൊഴികളും സ്വാഭാവികമായും വിജയ്ക്കെതിരാകും എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പ്രതി ചേർക്കാനുള്ള എല്ലാ വിധത്തിലുള്ള സാധ്യതയും സാഹചര്യവും നിലനിൽക്കുന്നു. എന്താണ് ഈ കേസിലെ രാഷ്ട്രീയം എന്നതുകൂടി നോക്കിയാൽ, വിജയെ ചോദ്യം ചെയ്യുന്നതിനിടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ വിമർശനങ്ങളും സമ്മർദ്ദ തന്ത്രങ്ങളും എന്ന ആരോപണങ്ങൾ കൂടി ഈ നടപടികൾക്കെതിരെയൊക്കെ ഉയരുന്നുണ്ട്. നിലവിൽ സാക്ഷി എന്ന നിലയിലാണ് വിജയിയെ വിളിപ്പിച്ചിരിക്കുന്നതെങ്കിലും കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രതിപട്ടികയിൽ ഇടം പിടിക്കാൻ എന്ന സാധ്യത കൂടി ഇപ്പോൾ വരുമ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ കൂടുതൽ മാറുകയാണ്. ആദ്യം ചോദ്യം ചെയ്യലിന് വിളിച്ചപ്പോൾ തന്നെ DMK ഇതിൽ സംശയങ്ങൾ ഉയർത്തിയിരുന്നതാണ്. കരൂരിൽ നടന്ന സംഭവത്തിൽ ദില്ലിയിൽ എന്തിന് അന്വേഷണം എന്ന് DMK വക്താവ് ചോദിച്ചിരുന്നു. DMK വക്താവ് ശരവണനാണ് അത്തരമൊരു സംശയം ഉന്നയിച്ചത്. ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഭയപ്പെടുത്താനാണോ എന്ന് ശരവണൻ അണ്ണാദുരൈ ചോദിച്ചു. വിചാരണയും ഇനി ദില്ലിയിൽ നടക്കുമോ എന്ന പരിഹാസവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. CBI നടപടികൾ അന്യായവും നിയമവിരുദ്ധവുമാണെന്നും വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ DMK ആദ്യം മുതൽ തന്നെ ഈ ഡൽഹിയിൽ നടക്കുന്ന അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള സംശയം ഉന്നയിച്ചു വരികയാണ്. അപ്പോൾ വിജയ് തന്റെ ഐഡിയോളജിക്കൽ എനിമിയായാണ് രാഷ്ട്രീയ പ്രവേശനത്തിൽ BJPയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. CBIയുടെ ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷവും ഈ നിലപാടിൽ ഒരു മാറ്റവും വിജയ് വരുത്തിയിട്ടില്ല. ആ നിലപാട് ആവർത്തിക്കുകയാണ് വിജയ് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഈയിടെ പുറത്തു വന്ന സർവേ പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്റ്റാലിൻ കഴിഞ്ഞാൽ കൂടുതൽ പേർ പിന്തുണച്ചത് വിജയിയാണ്. തമിഴ്നാട്ടിൽ നിർണായക ശക്തിയായി വിജയുടെ TVK മാറുകയാണ്. തമിഴ്നാട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ BJP പല സഖ്യ സാധ്യതകളും തേടിയിരുന്നു. ആ സാധ്യതകൾക്കുള്ള വരിഞ്ഞുമുറുക്കലാണോ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഇപ്പോൾ നടത്തുന്നതെന്ന സംശയമാണ് ഉയരുന്നത്. ആ സംശയമാണ് DMKയും ഉയർത്തുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കരൂരിലെ CBI അന്വേഷണവും ജനനായകൻ എന്ന വിജയുടെ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചതുമെല്ലാം കൂട്ടിയിണക്കി ഇങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. ഗാസയിൽ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഗാസ ഭരണസമിതിയുടെ രൂപീകരണവും ഗാസയുടെ പുനർനിർമ്മാണവുമാണ്
രണ്ടാം ഘട്ടത്തിന്റെ ലക്ഷ്യം. സമാധാന സമിതിയുടെ രൂപീകരണം തുടങ്ങുമ്പോൾ തന്നെ ചില കല്ലുകടികൾ കൂടി ഉണ്ടാകുന്നു, ചില ആശങ്കകൾ ഉയരുന്നു. തങ്ങളോട് ആലോചിക്കാതെയാണ് പ്രഖ്യാപനം എന്ന് പറഞ്ഞാണ് ഇസ്രയേൽ ഉടക്കിടുന്നത്. ഗാസ സമാധാന സമിതിയുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ സംബന്ധിച്ച ട്രംപിന്റെ വ്യാഖ്യാനങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്കുള്ള ബദൽ നീക്കമാണോ എന്ന സംശയമാണ് മറ്റൊരു ഭാഗത്ത് ഉയരുന്നത്. അപ്പോൾ എന്താണ് ട്രംപ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന സംശയം വലുതായി ബലപ്പെടുകയാണ്. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20-ദിന പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഒന്നാം ഘട്ടത്തിൽ ഹമാസും ഇസ്രയേലും ഒക്ടോബറിൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ബന്ദികളെ കൈമാറ്റം ചെയ്യൽ, ഇസ്രയേലിന്റെ ഭാഗികമായ പിന്മാറ്റം, സഹായമെത്തിക്കൽ എന്നിവയിലും ഒപ്പുവെച്ചിരുന്നു. രണ്ടാം ഘട്ടത്തിൽ ഗാസയുടെ പുനർനിർമ്മാണവും ഭരണസമിതി രൂപീകരണവുമാണ് നടക്കേണ്ടത്. ഹമാസിന്റെയും നിരായുധീകരണം ഉൾപ്പെടുന്നുണ്ട് ഇതിൽ. സമാധാന സമിതിക്ക് 3 തലങ്ങളാണുള്ളത്. പ്രധാന സമിതി, ദ മെയിൻ ബോർഡ് ഓഫ് പീസ് എന്ന പേരിൽ അറിയപ്പെടും. അത് ട്രംപിന്റെ അധ്യക്ഷതയിലുള്ളതാണ്. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ, ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജെറാഡ് കുഷ്നർ, ലോകബാങ്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് അജയ് ബംഗ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് ആദ്യ സമിതി. പലസ്തീനിയൻ ടെക്നോക്രാറ്റിക് കമ്മിറ്റിയാണ് രണ്ടാമത്തെ സമിതി. അത് ഗാസയുടെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനാണ് അവരുടെ പ്രധാനപ്പെട്ട ചുമതല. ഗാസ എക്സിക്യൂട്ടീവ് ബോർഡാണ് പിന്നീടുള്ളത്. സമാധാന സമിതിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ഉപദേശങ്ങൾ നൽകുകയുമാണ് ഈ സമിതിയുടെ ഉത്തരവാദിത്വം. അങ്ങനെ 3 തലങ്ങളിൽ സമാധാന സമിതിയുടെ പ്രവർത്തനം വിഭജിച്ച് നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ സമിതിയിലേക്ക് ഇന്ത്യക്കും ക്ഷണമുണ്ട്. ട്രംപ് അധ്യക്ഷനായ പ്രധാന സമിതി ബോർഡ് ഓഫ് പീസിലേക്കാണ് ഇന്ത്യക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. ഇസ്രായേലിനോടും പലസ്തീനോടും ഒരുപോലെ സൗഹൃദം പുലർത്തുന്ന രാജ്യമെന്ന നിലയിലാണ് ഇന്ത്യയെ വൈറ്റ് ഹൌസ് ക്ഷണിക്കുന്നത്. ഗാസയിലെ സമാധാന ചർച്ചകളിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഇസ്രായേലിനും പലസ്തീനും ഒരുപോലെ സ്വീകാര്യമാണ്. പലസ്തീന് സ്ഥിരമായി മാനുഷിക സഹായം നൽകി വന്നിരുന്നു ഇന്ത്യ. അതോടൊപ്പം തന്നെ ഇസ്രായേലുമായി തന്ത്രപരമായ പങ്കാളിത്തവും ഇന്ത്യക്കുണ്ട്. അപ്പോൾ 2 രാഷ്ട്രങ്ങൾക്കും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ സ്വീകാര്യതയുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക എന്ന നീക്കമാണ് ട്രംപ് ഇതിലൂടെ നടത്തുന്നത്. ബോർഡ് ഓഫ് പീസിലേക്ക് ട്രംപ് പാകിസ്ഥാനെയും ക്ഷണിച്ചിരുന്നുവെങ്കിലും ഇസ്രായേൽ ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ പലസ്തീൻ അനുകൂലമായ നിലപാടെടുത്തേക്കും എന്ന സംശയമാണ് ഇസ്രായേൽ പ്രകടിപ്പിച്ചത്. ഒപ്പം ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളെ ക്ഷണിച്ചതിലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വിസമ്മതം പ്രകടിപ്പിച്ചു. ഈ നിയമനങ്ങളൊന്നും തന്നെ തങ്ങളുമായി ആലോചിച്ചല്ല നടത്തിയതെന്നും രാജ്യത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതുമാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള ആശങ്ക ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ബോർഡ് ഓഫ് പീസിലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനത്തിൽ പലസ്തീനും വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് എന്ന വിവരങ്ങളുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ കടന്നുവരവ് നിർണായകമാകുന്നത്. ട്രംപിനോട് പക്ഷേ ഈ നീക്കങ്ങളിൽ കരുതലോടെയാണ് ലോകരാജ്യങ്ങളുടെ പ്രതികരണം. സമിതിയിലേക്കുള്ള ക്ഷണത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ക്ഷണത്തോട് കരുതലോടെ പ്രതികരിക്കുകയാണ് മറ്റ് രാഷ്ട്രങ്ങളും. ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കുന്ന സംവിധാനം എന്ന നിലയ്ക്കാണ് ട്രംപ് ബോർഡ് ഓഫ് പീസിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. സംഘർഷമുള്ളതോ സംഘർഷ ഭീഷണി നേരിടുന്നതോ ആയ പ്രദേശങ്ങളിൽ സ്ഥിരത കൈവരുന്നതിനും ആശ്രയിക്കാൻ കഴിയുന്നതും നിയമാനുസൃതവുമായ ഭരണം പുനഃസ്ഥാപിക്കുന്നതിനും ദീർഘകാല സമാധാനം ഉറപ്പാക്കുന്നതിനുമൊക്കെ ശ്രമിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടന എന്നാണ് 60ഓളം രാജ്യങ്ങൾക്ക് അമേരിക്ക അയച്ചിട്ടുള്ള കരട് രേഖയിൽ ഈ ബോർഡ് ഓഫ് പീസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പുനർനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനുമായി സമാധാന സമിതി ഉണ്ടാക്കാനാണ് UN രക്ഷാസമിതി അനുമതി നൽകിയത്. എന്നാൽ ആ രക്ഷാസമിതിക്ക് 2027 വരെ ഉള്ള കാലാവധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ബോർഡ് ഓഫ് പീസ് അത് കഴിഞ്ഞും തുടരുമെന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത്. ട്രംപ് ആജീവനാന്ത അധ്യക്ഷനായ ബോർഡിൽ 3 വർഷത്തെ അംഗത്വമാണ് ഒരു രാജ്യത്തിന് നൽകുക. ഈ സ്ഥിരാംഗത്വം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾ $100 കോടി കെട്ടിവെക്കണം എന്ന ഒരു വ്യവസ്ഥ കൂടിയുണ്ട്. അങ്ങനെ അംഗത്വം എടുക്കുന്ന രാജ്യങ്ങൾക്ക് അത് പുതുക്കി നൽകണമോ വേണ്ടയോ എന്നത് അധ്യക്ഷൻ തീരുമാനിക്കും. അധ്യക്ഷന് അംഗരാജ്യത്തെ പുറത്താക്കാനുള്ള വീറ്റോ അധികാരമുണ്ടാകും. ബോർഡിന്റെ ഔദ്യോഗിക മുദ്ര അംഗീകരിക്കുന്നത് അദ്ദേഹമായിരിക്കും. സംഘടനയുടെ പണത്തിന്റെ നിയന്ത്രണവും അധ്യക്ഷനായ ട്രംപിന് തന്നെയാകുമെന്നതാണ് ഈ കരട് പ്രമാണത്തിൽ പറയുന്നത്.
പിൻഗാമിയെ നിർദ്ദേശിക്കേണ്ടതും നിശ്ചയിക്കേണ്ടതും അദ്ദേഹം തന്നെയാണ് എന്നതും, അതായത് ഈ അധ്യക്ഷനാണ്, അതിപ്പോൾ നിലവിൽ ട്രംപാണ് അക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും പറയുന്നു. ഈ കാര്യങ്ങളാണ് ക്ഷണം കിട്ടിയ രാജ്യങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഹംഗറി, ഓസ്ട്രേലിയ, കാനഡ, യൂറോപ്യൻ കമ്മീഷൻ, പശ്ചിമേഷ്യയിലെ പ്രമുഖ രാജ്യങ്ങൾ തുടങ്ങിയവയ്ക്കാണ് ഈ ക്ഷണം ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ട്രംപുമായി നല്ല അടുപ്പമുള്ള ഹംഗറി മാത്രമാണ് ഈ ക്ഷണം സ്വീകരിച്ചതായി ഇതിനകം പറഞ്ഞിട്ടുള്ളത്. മറ്റു രാജ്യങ്ങൾ വളരെ കരുതലോടെ നീങ്ങുകയാണ്. നോക്കൂ, ഐക്യരാഷ്ട്രസഭയെ വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ കുറ്റം പറയുന്നത് ട്രംപിന്റെ ശീലമാണ്. UN പിരിച്ചുവിടണമെന്നും UN ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ താൻ ചെയ്യുന്നുണ്ട്, യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നത് താനാണെന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ട്രംപ് നിരന്തരം വിമർശിക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായാണോ പുതിയ സമിതി ഉണ്ടാക്കുന്നതെന്ന ആശങ്കയാണ് വിമർശകർ പങ്കുവെക്കുന്നത്. ഇത് ട്രംപിന്റെ ഐക്യരാഷ്ട്രസഭയാണെന്ന് യൂറോപ്യൻ നയതന്ത്രജ്ഞൻ പറഞ്ഞതായി റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ പണം ഉപയോഗിച്ച് ട്രംപിന് പരമാധികാരം നൽകുന്ന ഒരു സമിതിയിൽ അംഗമാകുന്നത് എന്തിനെന്നാണ് മറ്റു രാഷ്ട്രങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കുക. ട്രംപ് എന്ന ബിസിനസ്മാന്റെ പുതിയ തന്ത്രമെന്നല്ലാതെ എന്താണ് പറയേണ്ടത്? നമുക്ക് ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. നമ്മുടെ ഫോക്കസ് വാർത്തകളുടെ നേരം വൈകുന്നേരത്തിന്റെ സമയം അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.